വണക്കപ്പാ. എന്ത് കോലമാണ് രാജേഷ്? രാജേഷ് അല്ലപ്പാ, മുത്തുപ്പാണ്ടി. മുത്തുപ്പാണ്ടിയോ? അപ്പനാ? അച്ഛാന്ന് വിളിയടാ. അച്ഛാന്നെല്ലാം വിളിക്ക മാട്ടേ അപ്പാ. ഞാൻ ഇനിമേ തമിഴ്നാട്ടുകാരണ്ട. എങ്ക അണ്ണൻ വിജയ്. എന്ത് കോപ്പാടായി പറയുന്നത്? നിനക്ക് എന്താണ് പറ്റിയത്? அப்பா நான் இனி இந்த கேரளத்திலே நிற்க மாட்டேன். நான் தமிழ்நாட்டுக்கு போறேன். அங்க போய் வாழ போறேன். അതിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും നീ വാഴ. ഇപ്പൊ നിനക്ക് എന്താണ് പ്രശ്നം? இங்க மடுத்து போச்சு. அங்க இப்போ ரொம்ப சுகம். സുഖം. ചെലവിനാരാ പൈസ തരുന്നത്? മാസം അൺഎംപ്ലോയിഡ്ക്ക് 4000 രൂപ கிடைக்கும். മാത്രമല്ല ഡിപ്ലോമക്കാർക്ക് 2500 രൂപയും கிடைക്കും. മൊത്തം 6500 രൂപ கிடைക്കും. പോരെ, ഈസിയാ പുട്ടും പൊറോട്ടയും ചിക്കനും അടിച്ചു വാഴ. ഇങ്ങ 5 രൂപ ഒരു പട്ടി പോലും തരില്ല. അതിന് നീ വേഷം കെട്ടിട്ട് കാര്യമില്ല. തമിഴനാകണം. തമിഴനല്ലല്ലോ. നീ തായ്പറമ്പിൽ അശോകന്റെ മോന്റെ ആദ്യമായിട്ടല്ലേ? അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിരിക്ക്. ഞാൻ അങ്ങ് പോയി ഒരു തമിഴത്തിയെ കല്യാണം കഴിക്കും. തമിഴത്തിയോ? തമിഴത്തി. വെറും തമിഴത്തിയല്ല, 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ബാങ്കിൽ ലോഡുള്ള തമിഴത്തി. അങ്ങനെ ഒരു തമിഴത്തെ കണ്ടുപിടിച്ച് കല്യാണ ആലോചനയുമായി ഞാൻ ചെല്ലും. അപ്പടി ഒരു ഫാമിലിയിൽ എനിക്ക് പെണ്ണ് തരുന്നതിന് അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ. എന്താ കാരണം? അൺഎംപ്ലോയിഡ് ആയ ഡിപ്ലോമയുള്ള എന്നെ കല്യാണം കഴിച്ചാൽ മാസം 6500 രൂപ അവർക്ക് കിട്ടും. അത് മാത്രമല്ല, 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ആളുടെ കടം നമ്മ വിസൈ ഗവൺമെന്റ് എഴുതി തള്ളും. എപ്പടി ശരി. അപ്പൊ നിന്റെ കല്യാണത്തിന്റെ ചെലവാരാ നോക്കും? എങ്ക അണ്ണൻ സുമ്മാവാ. ഒരു പട്ടു സാരിയും 6 ഗ്രാം ഗോൾഡും. ഇവിടെ ഈ കല്യാണം കഴിഞ്ഞാൽ വല്ലതും വീട്ടിൽ വെച്ചോണ്ടാക്കി തിന്നണ്ടേ? പട്ടണം കിടക്കാൻ പറ്റുമോ? ഇവിടെ അല്ലേ അപ്പാ ഗ്യാസും ഗീസും ഒന്നും ഇല്ലാത്തത്. അവിടെ 6 സിലിണ്ടർ ഒരു വർഷം ഫ്രീ വരെ. മിച്ചം ഗ്യാസ് വേണമെങ്കിൽ അപ്പാവുക്ക് ഞാൻ ഇങ്ങ ഇറക്കി തരേ. എങ്ക അണ്ണൻ സുമ്മാവാ. ഇവിടെ ഗ്യാസ് കുറ്റി 6 തീർന്നു വിചാരിക്കാം. പിന്നെ നീ എന്തോ ചെയ്യും? തന്നെയല്ല, അവിടെ ഭയങ്കര ചൂടാ. നീ എങ്ങനെ കിടന്നു പറഞ്ഞു? ഇൻഡക്ഷൻ കുക്കർ, AC, TV, ഫാന്, ഫ്രിഡ്ജ്, ലൈറ്റ്. ഒവ്വൊരു മാസവും 200 യൂണിറ്റ് കറണ്ട് ഫ്രീ. ബാക്കി കറണ്ടില് അപ്പന്റെ തലയ്ക്ക് ഷോക്ക് വരെ അടിപ്പിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തമിഴ്നാട് പോവാ. ശരി, നീ പോകാതിരിക്കുക, എന്തെങ്കിലും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം കിടക്കുന്ന നിനക്കൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ ചെലവ് ആരാടാ നോക്കുന്നത്? കൊച്ചുണ്ടായാൽ 1 ഗ്രാം ഗോൾഡ് അപ്പ തന്നെ വീട്ടിലെത്തും. മാത്രമല്ല, അവർക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ റെസിഡൻഷ്യൽ സ്കൂളും എന്റെ അണ്ണൻ ഉണ്ടാക്കും. അത് മറ്റുമല്ല, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് 25 ലക്ഷം രൂപ വായ്പ, പലിശ രഹിതം. കളഞ്ഞില്ല അപ്പാ, കളഞ്ഞില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് 15,000 രൂപ സാമ്പത്തിക സഹായം. അപ്പൊ നിനക്കോ നിന്റെ ഭാര്യക്കോ കൊച്ചിനോ അമ്മായിപ്പനോ അമ്മായിന്നൊക്കെ വല്ല അസുഖം വന്നാൽ നീ എന്ത് ചെയ്യും? இன்சூரன்ஸ் போட்டிருக்காங்க. ஹெல்த் இன்சூரன்ஸ். ஒவ்வொரு ஃபேமிலிக்கும் 25 லட்சம் ரூபாய் இன்சூரன்ஸ். பனி, சொறி, ചെറുങ്ങ്, വാദം, പുഴുക്കടി, ഇത് ഒന്നുമേ പ്രശ്നമില്ല. 25 ലക്ഷം രൂപക്ക് ഇൻഷുറൻസ് അപ്പാ. അതുകൊണ്ട് ഞാൻ ഇട്ടാവട്ട കേരളത്തിൽ കിടന്നൊന്നും തമിഴ്നാട്ടിൽ പോறேன். തുടിക്ക പോறேன். നിമ്മതിയാ വാഴ പോறேன். പോയിട്ട് വരാം അപ്പാ. ബൈ. മുത്തുപ്പണ്ടി. അച്ഛാ, അശോകനച്ഛനെന്താ ഇങ്ങനെ? അച്ഛനല്ലടാ, അപ്പൻ. അശോകനല്ലടാ, മുനിയാണ്ടി. ഞാനും വരികടാ നിന്റെ കൂടെ തമിഴ്നാട്ടിലേക്ക്. 6-7 ദിവസമായിട്ട് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് മടുത്ത് തേങ്ങ ഉടക്കിയതാണ്. ഇപ്പൊ പോട്ടെ എവിടെ പോട്ടെ? 6-7 ദിവസമായിട്ട് പൊട്ടുന്നില്ല. അപ്പനക്ക് അങ്ക എങ്കയാച്ച് കാശ് കിടക്കുന്ന എനിക്ക് தெரியாது. എന്നാലും വാ, നമുക്ക് നോക്കാം. നീ അങ്ക ചെന്നിട്ട് ഒരു സിന്ന വീട് എനക്ക് ശരി പണി തരുമാ? ശരി. മുത്തുപ്പാണ്ടി മുനിയാണ്ടി അങ്കന്നില്ല. ദൈവമേ, അമ്മ, അപ്പ പെട്ട്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി മാത്രം അങ്ങ് പോയി സൂയിക്കണ്ട. ഞാനും വരുന്നടാ അന്ത തമിഴ്നാട്ടിലേക്ക്. അപ്പാടെ സിന്ന വീട് 3G. എനിക്കും കിട്ടുവടാ 2500 രൂപ. താസ്കി വിളിയടാ. കാണുന്ന പോലെ ഒന്നും